യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ബയൺ മ്യൂണിക്കിനെ ഞെട്ടിക്കുന്ന തോൽവി. ഇന്ന് ഡച്ച് ക്ലബ് ഫെയ്നൂർഡ് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ബയണിനെ പരാജയപ്പെടുത്തി. ബയൺ മ്യൂണിക്കിന്റെ ആധിപത്യം കണ്ട മത്സരത്തിൽ ആദ്യ പകുതിയിൽ തന്നെ ഫെയ്നൂർഡ് 2 ഗോളുകൾക്ക് മുന്നിലെത്തി. 21 മിനിറ്റിൽ സാന്റിയാഗോ ഗിംനസ് ഫെയ്നൂർദിന് ആദ്യ ലീഡ് നൽകി. ആദ്യ പകുതി അവസാനിക്കും മുൻപ് ഒരു പെനാൽറ്റി ഗോളിലൂടെ ഗിംനസ് തന്നെ ഫെയ്നൂർദിന്റെ ലീഡ് ഇരട്ടിയാക്കി. ഗോൾ തിരിച്ചടിക്കാൻ ബയൺ കണഞ്ഞു ശ്രമിച്ചെങ്കിലും ഫെയ്നൂർഡ് പ്രതിരോധം ശക്തമായി നിന്നു. ബയണിന്റെ തുടർച്ചയായ ആക്രമണങ്ങൾക്കിടയിൽ 89 മിനിറ്റിൽ അയേസ വിയേഡയുടെ ഗോൾ ഫെയ്നൂർദിന്റെ വിജയം ഉറപ്പിച്ചു. ഇരുപകുതികളിലായി ഫെയ്നൂർഡ് കീപ്പറുടെ മികച്ച സേവുകളും കാണാനായി. പരാജയത്തോടെ ആദ്യ 8-ലെത്താനുള്ള ബയണിന്റെ സാധ്യതകൾ മങ്ങി. മത്സരത്തിലെ കണക്കുകളിലേക്ക് വന്നാൽ 80% ബോൾ പൊസിഷൻ ബയൺ മ്യൂണിക്കിനായിരുന്നു. മത്സരത്തിൽ 30 ഷോട്ടുകളാണ് ബയൺ മ്യൂണിക് തൊടുത്തത്. 6 ഷോട്ട് ഓൺ ടാർഗറ്റ്. 737 പാസുകൾ 90% കൃത്യതയോടെ ബയൺ മ്യൂണിക് പൂർത്തിയാക്കി. 8 ഷോട്ടുകളാണ് ഫെയ്നൂർഡ് തൊടുത്തത്. 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. ഈ വിജയത്തോടെ ഫെയ്നൂർഡ് 7 മത്സരങ്ങളിൽ നിന്ന് 13 പോയിന്റുമായി ചാമ്പ്യൻസ് ലീഗ് പോയിന്റ് ടേബിളിൽ 11 സ്ഥാനത്തെത്തി. 7 മത്സരങ്ങളിൽ 12 പോയിന്റുള്ള ബയൺ മ്യൂണിക് 15 സ്ഥാനത്താണ്. അവസാന ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ബയൺ സ്ലോവൻ ബ്രാറ്റിസ്ലാവയെയും ഫെയ്നൂർഡ് ലിലെയെയും നേരിടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.